ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പരിതസ്ഥിതികളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരു 2 മാസം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുകയും തുടർന്ന് ജോസഫ് വിജയ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയ കക്ഷികളുടെ കൂടി പിന്തുണ തേടുകയും ആ പിന്തുണ തേടിയ രാഷ്ട്രീയ കക്ഷികളിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ കക്ഷികളെ മാത്രം മന്ത്രിസഭയുടെ ഭാഗമാകാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയ ഭൂമി കടന്നു പോകുന്നത്. അപ്പോൾ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം എടുത്ത പല തീരുമാനങ്ങളെക്കുറിച്ചുമാണ്. അദ്ദേഹം ഈ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചുറ്റുപാടുമുള്ള മദ്യ ഷോപ്പുകളുടെ തുറക്കലും അടക്കലും ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ആരോഗ്യ മേഖലയിൽ അതായത് MLA-മാരും MP-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവരുടെ ചികിത്സാ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് നടത്തണം എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. ഇത് ഒരു പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയായതാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പലരും ഇതിനു മുൻപ് കാലാകാലങ്ങളായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് ചികിത്സ തേടുകയും അതിന്റെ എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ട ഘട്ടത്തിലാണ് കേരളത്തിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത് വിജയുടെ തീരുമാനം. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ ചികിത്സയുടെ മറ്റു തുടർ ചികിത്സയും ഒക്കെ തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആശുപത്രികളിൽ മാത്രം നടത്തണം എന്നൊരു തീരുമാനം. മറ്റൊരു സുപ്രധാനമായ തീരുമാനമാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. അതായത് നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിലവിവര പട്ടിക എഴുതി വെച്ചിട്ടുണ്ടാവും. ഹോട്ടലിലോ അല്ലെങ്കിൽ ഏത് അനാദി കടയിലോ പോയിട്ട് വിലവിവര പട്ടിക എഴുതി വെച്ചതുപോലെ തന്നെ സ്കൂളുകളിൽ അവിടുത്തെ ഫീസ് എത്രയാണ് എന്നുള്ളത് പ്രദർശിപ്പിക്കണം എന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏകദേശം അംഗീകാരമുള്ള 13,000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. പക്ഷേ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ അവരുടെ ഫീസ് സ്ട്രക്ചർ എത്രയാണ് എന്നുള്ളത് എവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും സ്കൂളുകൾ അത്തരത്തിൽ അവരുടെ ഫീസ് എത്രയാണ് എന്ന് പ്രദർശിപ്പിക്കാൻ മടി കാണിക്കുകയോ അതിന് തയ്യാറാവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇത് വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ കേരളത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിക്കുന്നതും പലരും സോഷ്യൽ മീഡിയയിൽ അവരുടെ കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതും ഉൾപ്പെടെ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലെ പല തീരുമാനങ്ങളും ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ജോസഫ് വിജയ് അദ്ദേഹത്തിന്റെ പുതിയ തീരുമാനങ്ങളെടുത്ത് പലരെയും ഞെട്ടിക്കുകയാണ്. ഇത് പലർക്കും കണ്ണുകടിയാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.